നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. ഇന്നലെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ദൈവവചനം പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടും തക്കതായ കാരണങ്ങൾ കൊണ്ട്, സാങ്കേതിക കാരണം കൊണ്ട് വരാൻ കഴിയാത്ത വ്യക്തികൾക്ക് അത് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. ഇത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻപുട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ടും കറക്റ്റ് അല്ലായിരിക്കും, തെറ്റായിരിക്കും. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവവചനത്തിലെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളുടെ ആ തെറ്റ് എല്ലായിടത്തും നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയാണ്, യേശുക്രിസ്തു പറയാണ്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശുക്രിസ്തു പറയാണ്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവരുടെ അടുത്ത് യേശുക്രിസ്തു പറയാണ്, സത്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അന്നേരം എന്തിൽ നിന്നുള്ള ഫ്രീഡമാണ്, എന്താണ് ഈ സത്യം എന്നുള്ളതൊക്കെയുള്ള ചോദ്യം വരും. അപ്പോഴവർ പറയുകയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തികൾ, യഹൂദന്മാർ പറയുകയാണ്, അടുത്ത വാക്യം, അന്നേരം അവര് പറയാണ്, ഞങ്ങള് സ്വതന്ത്രരാകണമെങ്കിൽ ആദ്യം ഞങ്ങൾ ആരായിരിക്കണം? ഞങ്ങൾ ദാസന്മാരായിരിക്കണം. ഞങ്ങൾ സ്വതന്ത്രരാണ്. ഞങ്ങൾ ആർക്കും ഇന്നുവരെയും ദാസന്മാരായിട്ടില്ല. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് സ്വതന്ത്രരാവണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരാള് സ്ലേവ് അല്ലെങ്കിൽ പിന്നെ സ്വതന്ത്രനാവേണ്ട ആവശ്യമില്ല. അന്നേരം ഇവര് ചോദിക്കുകയാണ്, ഞങ്ങള് സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഇനിയും ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് വന്നവരാണെന്ന്. അപ്പോൾ യേശുക്രിസ്തു ഇവരത് പറയാണ്, എന്താണ് ഇവരുടെ മുകളിലുള്ള ദാസ്യത്വമെന്നും എന്താണ് യഥാർത്ഥത്തിലുള്ള ഫ്രീഡം എന്നുള്ളതും അടുത്ത വാക്യത്തിൽ പറയാണ്. അവിടെ വാക്യം പറയാണ്, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ അടിമയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ചെയ്യുന്നവന്റെ മുകളിൽ, അവന്റെ മുകളിൽ മാസ്റ്ററായിട്ട് റൂള് ചെയ്യുന്നത് സിന്നാണ്. എന്നിട്ട് പറയാണ്, സത്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ള അടുത്ത വാക്യത്തിൽ പറയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് പറയാണ്. യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാപത്തിന്റെ ദാസൻ ആയതുകൊണ്ടാണ് നിങ്ങൾ പാപം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെടുത്ത് പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യുന്നതിന്റെ കാരണമുണ്ട്. നിങ്ങളുടെ മുകളിൽ ഒരു മാസ്റ്റർ ഉണ്ട്. ആ മാസ്റ്റർ പറയുന്നതേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പാപത്തിന്റെ അടിമയായിട്ടുള്ള അവന്റെ മുകളിൽ കർത്തൃത്വം നടത്തുന്നത് പാപമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മാസ്റ്റർ പറയുന്നത് മാത്രമേ അനുസരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാപം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പാപികളാവുകയല്ല. നിങ്ങൾ പാപികളായതുകൊണ്ട് നിങ്ങളുടെ മുകളിൽ നിങ്ങളെ നയിക്കുന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി പാപമായതുകൊണ്ട്, അതിന്റെ മുകളിലുള്ള വ്യക്തി പിശാചായതുകൊണ്ടാണ് നിങ്ങൾ പാപം ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു സ്ലേവിന് വേറൊരു ഓപ്ഷൻ ഇല്ല, അല്ലെ? ഒരു സ്ലേവിന് വേറൊരു ഓപ്ഷൻ ഇല്ല. പാപം ചെയ്യുന്ന വ്യക്തിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. പാപം ചെയ്തുകൊണ്ടേയിരിക്കാനേ കഴിയത്തുള്ളൂ. എന്ത് പറ്റണം? ഈ വ്യക്തി ഫ്രീഡത്തിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ഇതിൽ നിന്ന് വിടുത്തുള്ളൂ. അതാണ് യേശുക്രിസ്തു ഇവരടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവരടുത്ത് പറയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശുക്രിസ്തു പറയാണ്, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. പാപം ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത്, പാപത്തിൽ തുടരുന്ന വ്യക്തികളുടെ അടുത്ത്, പാപത്തിന്റെ അണ്ടർ യോക്കിൽ തുടരുന്ന വ്യക്തികളുടെ അടുത്ത് യേശുക്രിസ്തു പറയാണ്, ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ യു വിൽ ബി ഫ്രീ ഇൻഡീഡ് എന്ന് പറയാണ്. നേരെ മുമ്പോട്ട് പോകുമ്പോൾ യേശുക്രിസ്തു പറയാണ്, ഇതിന്റെ
നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയല്ല, നിങ്ങൾ വേറൊരാളുടെ സന്തതിയാണ്. ആരാണെന്ന് അറിയാമോ? അത് ആരാണ്? 44 വാക്യത്തിൽ പറയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു, അവരിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. അന്നേരം യേശുക്രിസ്തു രണ്ടാമത്തെ റീസൺ എടുത്തു പറയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ പിതാവിന്റെ മക്കളായ നിങ്ങൾക്ക്, പിശാചിന്റെ അടിമത്തത്തിലുള്ള നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് പാപം ചെയ്തുകൊണ്ടേയിരിക്കാനേ കഴിയത്തുള്ളൂ. ബിക്കോസ് യു ആർ അണ്ടർ ദ യോക്ക് ഓഫ് സേറ്റൻ. ഈ സാത്താന്റെ അണ്ടറിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, പാപം ചെയ്യുന്ന ജീവിക്കുന്ന വ്യക്തികൾക്ക് പിശാച് ഒരു ശമ്പളവും കൊടുക്കും. എന്താണെന്നറിയാമോ ആ ശമ്പളം? എവിടെയാണെന്നറിയാമോ വാക്യം? റോമർ 6:23 ആ പാപത്തിന്റെ ദാസർക്ക് പിശാച് കൊടുക്കുന്ന ശമ്പളം കൂടി പറയുന്നുണ്ട്. ആ വാക്യം ഒന്നെടുത്ത് വായിക്കാം. റോമർ 6. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പാപം ചെയ്യുന്ന വ്യക്തിക്ക്, പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് വെറുതെ അങ്ങനെ പോകാനും കഴിയത്തില്ല. പാപത്തിന്റെ അണ്ടറിൽ ഇവിടെ ജീവിക്കാം, അതിന്റെ അവസാനം അതിന്റെ സാലറിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാം. ആ സാലറി എന്താണ്? നിത്യ നരകമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മരണം. രണ്ടുണ്ടോ അവിടെ? ഒന്ന് സ്പിരിച്വൽ ഡെത്ത്, അത് കഴിഞ്ഞിട്ട് എറ്റേണൽ ഡെത്ത്. അന്നേരം പാപത്തിന്റെ അണ്ടറിൽ ജീവിക്കുന്ന വ്യക്തികൾ ശമ്പളം വാങ്ങിക്കാതെ പോകാനായിട്ട് കഴിയത്തില്ല. ഇവിടെ വെച്ച് നിങ്ങൾക്ക് പാപത്തിന്റെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാം, പാപത്തിൽ രസിക്കാം, പാപത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനുമില്ല. പക്ഷെ ഇതിന്റെ അവസാനം നിങ്ങൾക്കൊരു ശമ്പളം കൂടി അതിന്റെ കൂടെ കിട്ടും, അത് നിത്യ നരകമാണ്. പക്ഷെ യേശുക്രിസ്തു പറയാണ്, നിങ്ങൾക്ക് പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യു വിൽ ബി ഫ്രീ ഇൻഡീഡ് എന്ന് പറയാം. അന്നേരം എന്താണ് ശരിക്കും ഇത്? ആദ്യം ഒരു വ്യക്തി, പാപത്തിന്റെ അടിമയായിരിക്കുന്ന വ്യക്തി, അവൻ സ്ലേവാണെന്നുള്ളത് തിരിച്ചറിയാം. എന്നിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ലേവായിട്ടല്ല. അങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത്? നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. അവിടെ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതികളുടെ മേലും ആഴട്ടെ എന്ന് കൽപ്പിച്ചു. എങ്ങനെയാണ് കൽപ്പിച്ചത്? അവൻ അടിമയാവട്ടെ എന്നാണ് കൽപ്പിച്ചത്. ബട്ട് ടു ഡൊമൈൻ, ടു റൂൾ. ദൈവം അവനെ സൃഷ്ടിച്ചത് അടിമയായിട്ടല്ല. ദൈവനെ സൃഷ്ടിച്ചത് പിശാചിന്റെ മകനായിട്ടല്ല, പിശാച് അടിമയായിട്ടല്ല, പാപത്തിന്റെ അടിമയായിട്ടല്ല. പിന്നെ എങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത്? തന്റെ സ്വരൂപത്തിൽ, തന്റെ സാദൃശ്യത്തിൽ, എല്ലാറ്റിന്റെ മുകളിൽ റൂൾ ചെയ്യുന്നവനായിട്ട്, എല്ലാത്തിന്റെ മുകളിൽ ഡൊമീനിയൻ ഉള്ളവനായിട്ടാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. പക്ഷെ ഈ റൂള് ചെയ്യുന്നതിന് ദൈവം ഒരു കണ്ടീഷനും കൂടി വെച്ചിരുന്നു. യഥാർത്ഥ ഫ്രീഡം ഇവന് കൊടുത്തു. യഥാർത്ഥത്തിലുള്ള സ്വതന്ത്രനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ കാൽക്കീഴിൽ സകലവും അവന്റെ കാൽക്കീഴിലാക്കി. 8-ാം സങ്കീർത്തനത്തിൽ പറയാണ്, സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരുന്നു. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. യഥാർത്ഥ ഫ്രീഡത്തിന്, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ് ആ കണ്ടീഷൻ എന്ന് അറിയാമോ? ടോട്ടൽ ഫ്രീഡത്തിനുള്ള ഏക കണ്ടീഷൻ ടോട്ടൽ സബ്മിഷനാണ്. ടോട്ടൽ സബ്മിഷൻ അണ്ടറിൽ മാത്രമേ ടോട്ടൽ ഫ്രീഡം ഉള്ളൂ. അതാണ് ദൈവം വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴാണ് അവൻ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി അവനെ സൃഷ്ടിച്ചു, സകലവും അവന്റെ കാൽക്കീഴാക്കി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം എന്നോട് പറയാണ്, ഞാനാണ് നിന്നെ റൂൾ ചെയ്യുന്നത്. എന്റെ അണ്ടറിലുള്ള കംപ്ലീറ്റ് സബ്മിഷനിൽ നിനക്ക് ടോട്ടൽ ഫ്രീഡം ഉണ്ട്. നീ എന്റെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് എല്ലാത്തിന്റെ മുകളിൽ റൂൾ ചെയ്യാനായിട്ട് കഴിയും. അതാണ് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം. ദൈവം കൊടുക്കുന്ന സ്വാതന്ത്ര്യം എപ്പോഴും അങ്ങനെയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം അങ്ങനെയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ദൈവം പറയുന്നത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമോ. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യൻ നഷ്ടപ്പെടുകയും ചെയ്തത്. പിശാചിന്റെ അണ്ടറിൽ ജീവിക്കുന്ന ഒരുത്തിന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവന്റെ മുകളിൽ റൂൾ ചെയ്യുന്നത് പിശാചാണ്. പക്ഷെ ദൈവം അവനെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചത് എല്ലാത്തിന്റെ മുകളിൽ റൂൾ ചെയ്യാനായിട്ട്, ടോട്ടൽ ഫ്രീഡത്തിൽ, കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവം അവന്റെ അടുത്ത് പറയാണ്, നിനക്ക് എന്തും ചെയ്യാം. ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കഴിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, നന്മതിന്മകൾ നിനക്ക് തിരിച്ചറിയാൻ, നിനക്ക് ചൂസ് ചെയ്യാൻ കഴിയത്തില്ല. അത് ഞാനാണ് ചൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തും ചെയ്യാം,
പക്ഷെ നിനക്ക് എന്തും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിക്കും നിനക്ക് എന്ത് ചെയ്യണമെന്നുള്ളത്. അതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ ഡൊമൈനിയന്റെ കീഴിൽ എല്ലാം അവന്റെ കീഴിലാക്കി. പക്ഷെ പിശാച് വന്നിട്ട് ഇവന്റെ അടുത്ത് വേറൊരു സ്വാതന്ത്ര്യത്തിനെ പറ്റി പറഞ്ഞു. എന്താണെന്നറിയാം ആ സ്വാതന്ത്ര്യം? ഞാൻ പറയാണ്, നിനക്ക് സബ്മിഷൻ കൂടാതെയും സ്വതന്ത്രനായിട്ട് ജീവിക്കാമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങാതെയും നിനക്ക് സ്വതന്ത്രനായിട്ട് ജീവിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പിശാച് അവരുടെ അടുത്ത് പറഞ്ഞു. 3-ാമത്തെ അധ്യായത്തിൽ പിശാചിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം യു വിൽ ബി ഫ്രീ എക്സാക്ട്ലി ആസ് ഗോഡ്. ദൈവത്തിന്റെ ഫ്രീഡവും മനുഷ്യന്റെ ഫ്രീഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് ആരുടെത്തും കീഴടങ്ങേണ്ട കാര്യമില്ല, ആരുടെത്തും ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ മനുഷ്യന്റെ ഫ്രീഡവും ദൈവത്തിന്റെ ഫ്രീഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. പിശാച് മനുഷ്യന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ യു ക്യാൻ ബി ഫ്രീ എക്സാക്ട്ലി ആസ് ഗോഡ് എന്നാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. ദൈവത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ കാര്യങ്ങൾ സ്വയമായിട്ട് ചൂസ് ചെയ്യുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിത്തീരും? നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും. അതാണ് 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ ദൈവത്തിന്റെ അണ്ടറിൽ നിന്ന് പുറത്തു വരുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് പറയുന്നത്, ദൈവത്തിന്റെ കാര്യം അറിയാം. നിങ്ങൾ നന്മതിന്മകളെ തിരിച്ചറിയാനായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഫ്രീ. അതുകൊണ്ട് തന്നെ നീ ആ ഫ്രീഡമാണ് എൻജോയ് ചെയ്യേണ്ടത്. ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൺട്രോളിന്റെ കീഴിലുള്ള ഫ്രീഡം എന്നുള്ളത് റിയൽ ഫ്രീഡം അല്ല. യു ക്യാൻ എൻജോയ് ദ ഫ്രീഡം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പിശാച്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പിശാച് ആദ്യം മുതൽ എന്താണ് പറഞ്ഞത്? കള്ളൻ പറയുന്നവന്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ കള്ളം പിശാച് വരുന്നത് പറഞ്ഞു കൊടുത്തു, യു ക്യാൻ ബി ഫ്രീ മാൻ വിത്തൌട്ട് ദ കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഡൊമീനിയൻ ഇല്ലാതെ നിനക്ക് സ്വതന്ത്രനാകാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? ശരിക്കും ഇവൻ സ്വതന്ത്രനായില്ലെന്ന് മാത്രമല്ല, ഇവൻ വേറൊരാളുടെ അണ്ടറിലേക്ക് അയച്ചിരുന്നു, പിശാചിന്റെ അണ്ടറിലായിത്തീരുന്നു. അതാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ ആയിത്തീർന്നു. യു ആർ കൺട്രോൾഡ് ബൈ ഡെവിൾ. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നപ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജഡമോഹങ്ങളിൽ നിങ്ങളെ ഡയറക്റ്റ് ചെയ്തിരുന്ന പിശാചായിരുന്നു. ആ പിശാചിന്റെ അണ്ടറിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ആ പിശാചിന്റെ അണ്ടറിൽ നിന്നുള്ള ഫ്രീഡമാണ് യേശുക്രിസ്തു ഓഫർ ചെയ്യുന്നത്. യേശുക്രിസ്തു എടുത്ത് പറയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, പറയുന്നത് ശരിയാണ്, പക്ഷേ യു ആർ ഡൂയിങ് ദ വിൽ ഓഫ് സേറ്റൻ. പിശാചിന്റെ ലസ്റ്റിനെ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒന്നുകൂടെ വായിക്കാം. 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, ആൻഡ് യു വാണ്ട് ടു ഡു ദ ലസ്റ്റ് ഓഫ് യുവർ ഫാദർ. പിശാചിന്റെ ഡിസയേഴ്സിനെ ചെയ്യുന്ന പിശാചിന്റെ കയ്യിലെ ഉപകരണം മാത്രമാണ് നിങ്ങൾ. പിശാചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, എന്ത് കാണണം, എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നിങ്ങളല്ല, പിശാചാണ്. എന്നിട്ട് പറയാണ് അത് ഇവർക്ക് അറിയത്തില്ല. ഇവർ വിചാരിക്കുന്നത് ഇവർ സ്വതന്ത്രരാണെന്നാണ് വിചാരിക്കുന്നത്. പിശാചിന്റെ അണ്ടറിൽ ഇവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി പോകുന്ന കുറെ ആൾക്കാരാണെന്നല്ല ഇവർ വിചാരിക്കുന്നത് ഇവർ സ്വതന്ത്രം. എന്നിട്ട് പിശാച് ദൈവം പറയാണ്, യേശുക്രിസ്തു പറയാണ്, പക്ഷേ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് വരുന്നത്? ദൈവത്തിന് സ്വർഗത്തിൽ നേരെ മനുഷ്യനെ സ്വതന്ത്രനായി കൂടായിരുന്നു? പിശാചിന്റെ അണ്ടറിലായി കഴിഞ്ഞ വ്യക്തിക്ക് അങ്ങനെ കഴിയത്തില്ല. അതിന് ദൈവത്തിന് തന്നെ ചില നിയമങ്ങളുണ്ട്. അത് നമ്മൾ ദൈവം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് പിശാച് പറയുന്നത്, ഇതെല്ലാം എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വീണ് എന്നെ നമസ്കരിച്ചാൽ നിനക്ക് ഇതെല്ലാം തരാം, കാരണം ഇതെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ലീഗലി പിശാചിന്റെ കയ്യിലായിപ്പോയി. അതുകൊണ്ട് തന്നെ പിശാചിന്റെ അണ്ടറിൽ നിന്ന് ഇവരെ വിടുവിക്കേണ്ടതിനൊരു പ്രൊസീജിയർ ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് ദൈവവചനം മനസ്സിലാക്കാനായിട്ടും യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തിലുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ മുതൽ 6-ാമത്തെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ പറയാണ്, സോ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ സാൽവേഷൻ എന്നുള്ളത് പലർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റ് സാൽവേഷൻ. എന്താണ് ആ സാൽവേഷൻ എന്നുള്ള അടുത്ത വാക്യം പറയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോകത്തെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെയും ദൈവത്തിന്റെ മക്കളുടെയും കീഴിലാകാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ് മനുഷ്യനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് പറയാണ്. 6-ാമത്തെ വാക്യം, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടത് അവൻ എന്തുമാത്രം, നീ അവരെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. 8-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഡൊമിനിയന്റെ കീഴിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് പറയാണ് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഡൊമിനിയന്റെ അണ്ടറിൽ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് അവനെ സൃഷ്ടിച്ചു. നീ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുത്തൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച എങ്ങനെയാണ്, ദൈവത്തെക്കാൾ ദൈവത്തിന്റെ ഡൊമിനിയന്റെ കണ്ടറിൽ തേജസ്സും ബഹുമാനവും ഉള്ളവനായി ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല സൃഷ്ടിക്കും അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അടുത്ത വാക്യം പറയാണ് സകലവും അവന് കീഴ്ക്കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടില്ല. ഒന്നിൻ അവന്റെ ദൈവമക്കളുടെ മുകളിൽ റൂൾ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഒറ്റ എല്ലാത്തിനെയും ദൈവമക്കളുടെ കാലിന്റെ കീഴിലാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോൾ എന്താണ്, ബട്ട് നൗ, ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അന്നേരം അന്നും ഇന്നും തമ്മിൽ ഇടയ്ക്ക് ഒരു കാര്യം നടന്നു. ഇതിന്റെ ഇടയ്ക്ക് റൂള് മാറി. ദൈവത്തിന്റെ അണ്ടറിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ കൈയുടെ കീഴിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ സകല പ്രവൃത്തികളെയും റൂൾ ചെയ്തിരുന്ന മനുഷ്യൻ, എല്ലാത്തിന്റെയും മുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ അവൻ സ്ലേവായി മാറി. ഈ സ്ലേവറിയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ സൺ സെറ്റ് യു ഫ്രീ യു ആർ ഫ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്കിൽ പറയാണ് എങ്കിലും സകലവും അവന് കീഴ്പ്പെടുത്തായി വിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അടുത്ത വാക്കിൽ പറയാണ് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അടുത്ത വാക്കിൽ പറയാണ് ബട്ട് വി സീ അനദർ മാൻ ജീസസ്. ദൈവം പറയാണ് എല്ലാവരും പിശാചിന്റെ അണ്ടറിലേക്ക് ആയിപ്പോയപ്പോൾ, എല്ലാവരും പിശാചിന്റെ ഡൊമിനിയനിലുള്ള സ്ലേവറിലായിരുന്നപ്പോൾ വി സി എ സെക്കൻഡ് മാൻ വിതൗട്ട് സിൻ ആൻഡ് ഹ്യൂസ് കെയിം ടു റൂൾ. രണ്ടാമതൊരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. അവൻ എന്താണ്, അവൻ ഇതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ അധികാരമുള്ളവനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. അവിടെ പറയാണ് പുരുഷാരം അവന്റെ ഉപദേശത്തിൽ അമേസ്ഡായി വിസ്മയിച്ചു. എന്നിട്ട് അടുത്ത വാക്യം പറയാണ് അവിടെ പറയാണ് അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല. ഈ ശാസ്ത്രിമാരുടെ കൂട്ടത്തിൽ കുറെ ബോറിംഗ് ഇൻഫർമേഷനും പ്രസംഗവും പ്രസംഗിക്കായിരുന്നില്ല. അവിടെ പറയാണ് ഹി വാസ് വിത്ത് ദ അതോറിറ്റി, അവൻ അധികാരമുള്ളവനായിട്ടാണ് അവരോട് ഉപദേശിച്ചെന്ന് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ശതാധിപൻ വരികയാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത്, അവർ ദാസനെ സൗഖ്യമാക്കാനായിട്ട്. അതിന്റെ 8-ാമത്തെ 9-ാമത്തെ വാക്യം. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായത് എന്താ പറയുന്നതെന്നുള്ളത്? യേശുക്രിസ്തു പറയാണ് ഞാൻ വന്നിട്ട് അവനെ സൗഖ്യമാക്കാമെന്ന് പറയാണ്.
അന്നേരം ശതാധിപൻ ഒരു കാര്യം പറയണം. എന്താണ്? നീ അവിടെ വരികയൊന്നും വേണ്ട, നീ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവന് സൗഖ്യം വരും. കാരണം എന്താണ്? എന്നിട്ട് അടുത്ത വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശതാധിപൻ പറയാണ്, ഞാനും അധികാരം ഉള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തോ അതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? പുള്ളിയുടെ മുകളിലുള്ള അധികാരത്തിന് കീഴിലാണ് ആ പുള്ളി. അതുകൊണ്ട് ആ പുള്ളിക്കുള്ള പ്രയോജനം എന്താ? അതെ അതെ, അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അധികാരമുള്ള മനുഷ്യനായതുകൊണ്ടല്ല പുള്ളിയുടെ അണ്ടറിലുള്ള ആൾക്കാർ പുള്ളി അനുസരിക്കുന്നത്. പുള്ളി അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനായതുകൊണ്ട് പുള്ളി പറയുന്നത് ബാക്കിയുള്ളവരനുസരിക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, അതോറിറ്റി ദൈവത്തിന്റെ സബ്മിഷന്റെ കീഴിലാണ്. എന്നിട്ട് ഈ പുള്ളി ഈ ശതാധിപൻ പറയാണ്, നീ പറഞ്ഞാൽ അവിടെ കാര്യം നടക്കും. കാര്യം എന്താണ്? എനിക്കറിയാം അധികാരത്തിന് കീഴിലാണ് ഞാൻ അധികാരത്തിന്റെ കീഴിലായതുകൊണ്ട് ഞാൻ താഴേക്ക് പറയുന്ന ആൾക്കാർ അനുസരിക്കും. എന്നിട്ട് ഈ പുള്ളിയെ മേളത്തെ അധികാരത്തിന് കീഴിൽ ഇയാൾ പുറത്തു വന്നാലോ താഴെയുള്ള ആൾക്കാർ ഇയാൾ പറയുന്നത് അനുസരിക്കും? ഇല്ല, അനുസരിക്കത്തില്ല. ഞാനിപ്പോ ഒരു കമ്പനിയുടെ എന്റെ മുകളിലൊരു ബോസ് ഉണ്ട്, എന്റെ കീഴിൽ ആൾക്കാരും ഉണ്ട്. ഞാൻ ഈ താഴെയുള്ള ആൾക്കാർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നത് മേളിലുള്ള ആളിനെ ഞാൻ സബ്മിസീവ് ആയതുകൊണ്ടാണ്. ഞാൻ നാളെ എന്നെ കമ്പനി ടെർമിനേറ്റ് ചെയ്യുക, ഞാൻ നാളെ പോയി താഴെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അവർ പോയി പണി നോക്കാൻ പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അധികാരത്തിന്റെ കീഴിൽ നിന്ന് പുറത്തു വന്നു. ഇതേ കാര്യമാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ രഹസ്യം ഈ വ്യക്തിക്ക് മനസ്സിലായി. ഈ വ്യക്തി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യൻ എന്നല്ല പറയുന്നത്. എന്താണ്? ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യൻ. അന്നേരം യേശുക്രിസ്തുവിന്റെ അടുത്ത് ഇവൻ പറയുന്നത് നീ ഒരു അധികാരത്തിന്റെ കീഴിലാണ് എന്ന് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തുവിന് മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, ഒരു അധികാരമുണ്ടായിരുന്നു. ആ അധികാരം പിശാചിന്റെ അധികാരമല്ല, ദൈവത്തിന്റെ അധികാരമാണ്. ദൈവത്തിന്റെ അധികാരത്തിൽ പരിപൂർണനായിട്ടും ടോട്ടൽ സബ്മിസീവായിട്ട് ടോട്ടൽ ഫ്രീഡത്തിൽ ജീവിച്ച ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്, അതും വീണതിന് ശേഷം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ പറയാണ്, നിങ്ങളിൽ ആർ എന്നെക്കുറിച്ച് എനിക്ക് പാപബോധം വരുന്നു. താഴോട്ട് വരുമ്പോൾ പറയാണ്, ഇവിടെ പറയാണ് നിങ്ങൾ ആർക്ക് എന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. കാരണം പാപം യേശുക്രിസ്തുവിലില്ല. പിശാചിന്റെ അണ്ടറിൽ ഒരു സെക്കൻഡ് പോലും അല്ലാത്തവനായി ദൈവത്തിന്റെ കംപ്ലീറ്റ് അണ്ടറിലുള്ള മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അവിടെ ഇപ്പോൾ പറയാണ്, അതുകൊണ്ടാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ യേശുക്രിസ്തു ഇങ്ങനെ വന്നു എന്നുള്ളത് ഇവർക്ക് കാണുന്ന വ്യക്തികൾക്ക് പോലും റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതായിരുന്നു യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ അടിസ്ഥാനം. ഞാൻ പറയുന്നതിലേക്ക് പറയട്ടെ. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും ദൈവകൃപയാൽ യേശുക്രിസ്തു ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. എന്ത് സംഭവിക്കണം? യേശുക്രിസ്തു വന്നത് അധികാരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെന്ന് ഫ്രീ ആക്കാനായിട്ട്? പിശാചിന്റെ അണ്ടറിൽ നിന്ന്, പാപത്തിന്റെ ഡൊമൈനിയനിൽ നിന്ന് ഒരു വ്യക്തിയെ ഡെലിവർ ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അങ്ങനെ ഡെലിവർ ചെയ്യാൻ കഴിയുന്നത്? അതിന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിൽ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിശാചിന്റെ അണ്ടറിലുള്ള വ്യക്തികളെ ഡെലിവറി ചെയ്യണമെങ്കിൽ യേശുക്രിസ്തു എന്ത് ചെയ്യണം? എന്തനുഭവിക്കണം? പാപത്തിന്റെ ശമ്പളം യേശുക്രിസ്തു അനുഭവിക്കണം, അല്ലെ? അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ. എങ്ങനെയാണ് പിശാചിന്റെ ഈ ഡൊമിനിയൻ ദൈവം ഒരു മനുഷ്യനെ വിടുവിക്കുന്നത്? അടുത്ത ആഴ്ച വരുമ്പോൾ പറയാണ്, അതിന്റെ 14-ാമത്തെ വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ജീസസ് കെയിം ടു ദിസ് വേൾഡ് എക്സാക്ട്ലി ആസ് എ മാൻ. നമുക്കത് പലപ്പോഴും മനസ്സിലാവത്തില്ല. അവിടെ പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ മനുഷ്യരായതുകൊണ്ട് യേശുവിന് സ്വർഗത്തിൽ നിന്നിട്ട് ഇവരെ സ്വതന്ത്രരാക്കാൻ കഴിയത്തില്ല.
അവിടുന്ന് ഒരു കമാൻഡ് കൊടുത്തിട്ട് പിശാചിന്റെ അണ്ടറിൽ നിന്ന് ഇവരെ സ്വതന്ത്രരാക്കാനായിട്ട് കഴിയത്തില്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുക്രിസ്തു അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, ദൈവത്തിനേക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി താഴേക്ക് വന്നിട്ട് ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ വന്നിട്ട്, വായിച്ചോ, ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹിം ഹു ഹാഡ് ദ പവർ ഓഫ് ഡെവിൾ ദാറ്റ് ഈസ് പവർ ഓഫ് ഡെത്ത് ദാറ്റ് ഈസ് ഡെവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഡെത്ത് ഹി മൈറ്റ് റെൻഡർ പവർലെസ് ഹിം ഹു ഹാഡ് ദ പവർ ഓഫ് ഡെത്ത് ദാറ്റ് ഈസ് ഡെവിൾ and might free those who through the fear of death were subject to slavery all their life. എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം അടിമകളായിരുന്നവര്, പിശാചിന്റെ അധികാരത്തിന് കീഴിലായിരുന്നവര്, പിശാചിന്റെ പവറിനെ പവർലെസ് ആക്കി മാറ്റി. എങ്ങനെയാണ് യേശുക്രിസ്തു പിശാചിന്റെ പവറിനെ പവർലെസ് ആക്കി മാറ്റിയത്? എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്? തന്റെ മരണത്താൽ. അതല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അവിടെ പറയുകയാണ് തന്റെ മരണത്താൽ. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, തന്നെത്താൻ എംപ്റ്റി ചെയ്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് സാൽവേഷൻ? സാൽവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ പവറിന്റെ കീഴിൽ നിന്ന് ആ ശക്തിയുള്ളവനെ പവർലെസ് ആക്കിയിട്ട് പിശാചിന്റെ അണ്ടറിൽ നിന്ന് മനുഷ്യനെ ഡെലിവറി ചെയ്യുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം യേശുക്രിസ്തുവിൽ കൂടി ഉള്ള റിയൽ ഫ്രീഡം എന്നത് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. പിശാചിന്റെയും പാപത്തിന്റെ അണ്ടറിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാത്ത വ്യക്തികൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതേ കാര്യം തന്നെ വേറൊരു പിക്ചർ ലാംഗ്വേജിൽ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, പിശാചിന്റെ അണ്ടറിൽ നിന്ന്, പാപത്തിന്റെ അണ്ടറിൽ നിന്ന് ഒരു വ്യക്തി സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം വേറൊരു അധികാരത്തിന്റെ കീഴിലേക്ക് മാറ്റുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതോറിറ്റിയുടെ കീഴിലാണ് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളത്. അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മനുഷ്യൻ പിശാചിന്റെ യോക്കിന്റെ അണ്ടറിലേക്ക് പോയി യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി പിശാചിന്റെ പവറിനെ അഴിച്ചു കളഞ്ഞിട്ട് ദൈവം ഇവനെ സ്വതന്ത്രനാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ സ്വതന്ത്രനാക്കുന്നത്? ദൈവത്തിന്റെ പരിപൂർണ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കണം. പിശാചിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്ന് പിശാചിനെ പവർലെസ് ആക്കിയിട്ട് ദൈവം അവരെ വിടുവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലേക്കാണ്. അതായത് ഇതാണ് ഈ രക്ഷയുടെ ഉദ്ദേശം. പക്ഷേ ഇതിലുള്ള പ്രശ്നമുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ചില വ്യക്തികളായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിന്റെ ക്ലിയർ പിക്ചർ ലാംഗ്വേജിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. ഇവിടെ ദൈവം ഒരു ജനതയെ തന്റെ ബലമുള്ള കൈകൊണ്ട് വിടുവിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. സ്ലേവറിയിലായിരുന്ന, വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്ന, പിശാചിന്റെ അണ്ടറിലായിരുന്ന, ഫറവോന്റെ അടിമത്തത്തിന്റെ കീഴിലായിരുന്ന, ഫറവോൻ പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു ജനതയെ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് വിടുവിക്കുകയാണ്. അവർക്ക് സ്വയമായിട്ട് സ്വതന്ത്രരാവാനായിട്ട് കഴിയത്തില്ല. ഇതേ കാര്യം എങ്ങനെയാണ്? അവർ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയായിട്ടാണ് വിടുവിക്കപ്പെടുന്നത്. വായിച്ചോ അതിന്റെ 3-ാമത്തെ വാക്യം, 13-3. ഇവിടെ പറയാണ്, റിമെമ്പർ ദിസ് ഡേ ഇൻ വിച്ച് യു വെന്റ് ഔട്ട് ഫ്രം ഈജിപ്റ്റ് ഫ്രം ദ ഹൗസ് ഓഫ് സ്ലേവറി, ഫോർ ബൈ പവർഫുൾ ഹാൻഡ് ദ ലോർഡ് ബോട്ട് യു ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. ദൈവം പറയാണ്, ദൈവത്തിന്റെ
ബലമുള്ള കൈകൊണ്ട് നീ അടിമ വീടായിരുന്ന ഈ സ്ലേവ് ഹൌസ് ആയിരുന്ന മിസ്രൈമിൽ നിന്ന് നിന്നെ വിടുവിച്ച ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. റിമെമ്പർ ദിസ് ഡേ എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഞാൻ കൈവെക്കാനായിട്ട് പറയുന്നില്ല. ഡു യു റിമെമ്പർ ദ ഡേ അടിമവീടായ പിശാചിന്റെ വീട്ടിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം ഡേറ്റ് ഓർമ്മയുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഡേ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡേ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം വിടുവിക്കപ്പെട്ടിട്ട് പോലും കാണത്തില്ല. ഈ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഇതിൽ എനിക്ക് ഡീറ്റെയിലേക്ക് പോകാനായിട്ട് ഇന്ന് സമയമില്ല. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളത് പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം ഓർമ്മയില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാട്ട് പാടുന്നതുകൊണ്ടും നിങ്ങളുടെ എല്ലാ പരിപാടി കൊണ്ടും ഒരു പ്രയോജനമില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനായിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് വന്നിട്ട് പാട്ട് പാടിയാലും നിങ്ങൾ പിശാചിന്റെ അടിമ തന്നെയാണ്. യു ആർ ദ ചിൽഡ്രൻ ഓഫ് സീറ്റൻ. നിങ്ങൾ പാപത്തിന്റെ അടിമയാണ്. പക്ഷെ ഒരു ദിവസം ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടണമേലും കുറുമലയിലും പുരട്ടിയ ആ ദിവസം ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് അവരെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു. എന്നിട്ട് അവർക്ക് പറയാണ്, യു മസ്റ്റ് റിമെമ്പർ ദിസ് ഡേ. എല്ലാ കാലത്തും നിങ്ങൾ ഇത് ഓർക്കണം. കാരണം അതൊരു പെർട്ടിക്കുലർ ഡേ തന്നെയാണ്. അതൊരു ഗ്രാജുവലി ഇങ്ങനെ പോകുന്ന സ്വഭാവ രൂപീകരണമല്ല, ഒറ്റ ദിവസത്തിൽ നടക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അത് ദിവസം ഓർമ്മയുണ്ടോ? നിങ്ങൾ ഏത് സഭക്കാരാണെന്നുള്ളതൊരു വിഷയമല്ല. നിങ്ങൾ പറഞ്ഞേക്കാൻ നിങ്ങൾ സ്നാനപ്പെട്ടത് ഇത്ര ദിവസമാണ്, ഇന്ന ഡേ ആൾ പോലെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇന്ന സഭയിലാണ്. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം ചോദിക്കുക, നിങ്ങൾക്ക് ആ ദിവസം ഡു യു റിമെമ്പർ ദ ഡേ? പിശാചിന്റെ അടിമ വീടായിരുന്ന സ്ലേവറിയിൽ നിന്ന് ദൈവത്തിന്റെ വലങ്കരം കൊണ്ട് ദൈവം ആ യോക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളെ വിടുവിച്ച ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ പറയാണ്, യു മസ്റ്റ് റിമെമ്പർ ദ ഡേ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇന്നും അടിമത്തത്തിൽ കിടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഒരിക്കൽ പോലും നിങ്ങളുടെ ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ആവാൻ സാധ്യതയുണ്ട്. വേറെയും കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. പക്ഷെ ഫസ്റ്റ്ലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച ആ ദിവസം നിങ്ങൾ ഓർക്കണമെന്ന് പറയാണ്. അവിടെ പറയാണ്, ഇപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. ആബീബ് മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോകുന്നു. ഇവരാണ് ദിസ് മന്ത് ദിസ് ഡേ യു ഹാവ് ബീൻ ഡെലിവേർഡ്. എന്നിട്ട് പറയാണ്, എന്നിട്ട് നിങ്ങളടുത്ത് പറയാണ്, നിങ്ങൾ പുളിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഈ പുളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുളിപ്പ് എന്താണെന്നുള്ളത് അറിയത്തില്ല. എന്താണ്? കൊരിതലേന്ന് പറയുന്നത് വാക്കി എടുക്കണമെന്നില്ല. പാപം എന്ന പുളിപ്പാണ്. അവിടെ പറയുന്നത് ഡെലിവർ ചെയ്ത കൊടുത്ത് പറയാണ്, നിങ്ങൾ പുളിപ്പില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉത്സവം ആചരിക്കണം. കൊരിന്തലേനകത്ത് വേണമെങ്കിൽ ആ വാക്യം എടുക്കാം. 2 കൊരിന്ത്യരാണെന്ന് തോന്നുന്നു. 1 കൊരിന്ത്യർ അതിന്റെ 2-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം 7-8. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് നിങ്ങളുടെ പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത് അറിയാം. പാപം എന്ന ദുർനടപ്പ് എന്ന പാപം എന്ന പുളിപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവം പറയാണ്, യു ആർ ഡെലിവേർഡ് ഫ്രം ദ യോക്ക് ഓഫ് സേറ്റൻ. ഈ അടിമത്തിൽ നിങ്ങൾ വിടുവിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുളിപ്പില്ലായ്മ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്സവം ആചരിക്കണം. അതിലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പുളിപ്പില്ലായ്മ കൊണ്ട് നിങ്ങൾ ഉത്സവമായിരിക്കും. അന്നേരം ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് എ സെലിബ്രേഷൻ. അതൊരു സെലിബ്രേഷനാണ്. അതൊരു മൊണോട്ടണസ് ലൈഫല്ല, അതൊരു സെലിബ്രേഷനാണ്. എന്തിന്റെ സെലിബ്രേഷൻ? പാപത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്നുള്ളതിന്റെ സെലിബ്രേഷനാണ്. അത് പുളിപ്പില്ലായ്മ കൊണ്ടുള്ള സെലിബ്രേഷൻ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്.
ഇവിടെ എവിടെ വെച്ചാണ് ഈ സെലിബ്രേഷൻ ആചരിക്കണമെന്ന് അടുത്ത വാക്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് അടുത്ത വാക്യം പറയാണ്, ആബീബ് മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു വന്നു. 5-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് എവിടെ വെച്ചാണ് ഈ ഉത്സവം ആചരിക്കേണ്ടത്? എവിടെ വെച്ചാ? ഇവിടെ പറയാണ് ദൈവം നിങ്ങളെ കൊണ്ടു ചെല്ലുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഉത്സവം ആചരിക്കേണ്ടത്. അന്നേരം ദൈവത്തിന്റെ ആഗ്രഹം ഈ പുറപ്പെട്ടു വന്ന അതേ ആൾക്കാർ തന്നെ അവര് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഉത്സവം ആചരിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന്റെ അണ്ടറിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു വ്യക്തിക്ക് ക്രിസ്ത്യൻ ലൈഫിലെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അണ്ടറിൽ മാത്രമാണ്. ഞാൻ ഒന്നുകൂടി പറയാം, പിശാചിന്റെ അണ്ടറിൽ നിന്നുള്ള പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഡെലിവറി ചെയ്ത ഒരു വ്യക്തിക്ക് ക്രിസ്തീയ സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാനാവുന്നതും അവനത് ഉത്സവമാകുന്നതും ദൈവത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അണ്ടറിൽ വരുന്ന കനാലിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ആ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ, 9-ാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിലുണ്ടായിരിക്കണം, അത് നിന്റെ കൈയിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായി ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ നിന്നെ യഹോവ നിന്നെ മിസ്രയീമിൽ പുറപ്പെടുവിച്ചത്. 14-ാമത്തെ വാക്യം, ഇത് എന്ത് എന്ന് നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമവീടായ മിസ്രയീമിൽ ഞങ്ങളെ പുറപ്പെടുവിച്ചു. അതിന്റെ 16-ാമത്തെ വാക്യം, ഇത് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെട്ടിപ്പട്ടമായിരിക്കണം. യഹോവ ബലമുള്ള കൈകൊണ്ട് മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു എന്ന് നീ നിന്റെ മകനോട് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയാണ്, നിന്നെ ഡെലിവറി ചെയ്തതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്സവമായിട്ട് നീ ഇത് ആചരിക്കണം. എവിടെ വെച്ചിട്ട്? കനാനിൽ ചെന്നിട്ട് ദൈവത്തിന്റെ പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത്. അവിടെ വെച്ചിട്ട് നിന്റെ ക്രിസ്ത്യൻ ലൈഫ്, നിന്റെ എൻജോയ്മെന്റ് കാണുമ്പോൾ നിന്റെ മകൻ ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറയണം, യഹോവ ബലമുള്ള കൈകൊണ്ട് മിസ്രയീമിൽ ഞങ്ങളെ വിടുവിച്ചു, ആ ദിവസം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണെന്ന് പറയണം. എവിടെ വെച്ചിട്ട്? കനാനിൽ ചെന്നിട്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം, പാപത്തിന്റെ അണ്ടറിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ അണ്ടറിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അണ്ടറിൽ വരാത്ത ഒറ്റ വ്യക്തിക്കും ഇത് ഉത്സവമായിട്ട് ആചരിക്കാൻ കഴിയത്തില്ല. ഇതേ കാര്യമാണ് അവർക്ക് നടന്നത്. ഇവർക്ക് പറയാണ്, യു മസ്റ്റ് റിമെമ്പർ ദിസ് ഡേ. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഉത്സവം ആചരിക്കണം. ഇവർ ഉത്സവം ആചരിച്ചോ? ഇവർ ഒറ്റ ഒരുത്തൻ യഥാർത്ഥത്തിൽ ഉത്സവം ആചരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു, ദൈവത്തിന്റെ അണ്ടറിലും എത്തിയില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കടന്ന് പൊരിഞ്ഞു പൊരിഞ്ഞു പൊരിഞ്ഞ് അവർ നശിച്ചു. They came out of Misraim. They did not enter Canaan. They dumped in the desert. അതാണ് പറഞ്ഞത്. ഇവിടുത്തെ പറയാണ്, യു മസ്റ്റ് റിമെമ്പർ ദിസ് ഡേ. ഞാൻ പറയട്ടെ, ഈ രക്ഷിക്കപ്പെട്ട ദിവസം റിയലായിട്ട് ഒരു വ്യക്തിക്ക് സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി കനാനിലെത്തിയെങ്കിലേ ഒക്കത്തുള്ളൂ. അല്ലാത്ത വ്യക്തികൾ എന്താണ് റിമെമ്പർ ചെയ്യുന്നത് അറിയാമോ? നമുക്ക് വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സംഖ്യ 11. സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും. 5-ാമത്തെ വാക്യം, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇവര് എന്ത് ഓർക്കണമെന്ന് ഇവരത്ത് പറഞ്ഞേ? എന്ത് ഓർക്കണമെന്ന് ഇവരത്ത് പറഞ്ഞേ? ഇവരത്ത് പറഞ്ഞത്, ദൈവം നിന്നെ വിടുവിച്ച ആ ദിവസം നീ ഓർക്കണമെന്നാണ് പറഞ്ഞത്. ഇവരെന്താ ഓർക്കുന്നേ? ഇവർ വിടുവിക്കുന്നതിന് മുമ്പ് ഇവര് തിന്ന ചുറ്റുള്ളി, മത്സ്യം, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി ഇവർ ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം എന്താണ്? അടുത്ത വാക്യം പറഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത്, ഇപ്പോഴ് ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പൊരിഞ്ഞു നടക്കുകയാണ്. പൊരിഞ്ഞു നടക്കുന്ന ഇവർക്ക് ഓർക്കാൻ ഇതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ക്രിസ്ത്യൻ ലൈഫിന്റെ ഫ്രീഡത്തിലോട്ട് വന്നുമില്ല, അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഇതിനെ നടുക്ക് കടന്ന് പൊരിയുകയാണ്. ഈ പൊരിയുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണെന്നറിയാവോ? എപ്പോഴും പഴയ ചിന്തയാണ്. അവർ പറയണം, പഴയതാണ്,
സത്യത്തിൽ കറക്റ്റാണ് അവർ പറയുന്നത്, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. കാരണം ഇവരുടെ ഉദ്ദേശ സ്ഥലത്ത് എത്തിയുമില്ല. ഇതിന്റെ നടുക്ക് കിടന്ന് കറങ്ങുന്ന കൂട്ടരുടെ കാര്യം പറയാണ്, ഞങ്ങൾ പൊരിയുകയാണ്. എന്താണ് ഇവർക്കുള്ളത്? ഇവര് പറയാണ്, അടുത്ത വാക്യം പറയാണ്, എന്താണ്? ഈ മന്നയല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ബ്രേക്ക്ഫാസ്റ്റ് മന്ന, ലഞ്ച് മന്ന, ഡിന്നർ മന്ന. അടുത്ത ഒരാഴ്ചത്തേക്കുള്ള മെനു ഇന്നേ അറിയാം, എന്താണ്? മന്ന. അടുത്ത 1 വർഷത്തേക്കുള്ളത് അറിയാം. അടുത്ത 40 വർഷത്തേക്ക് മന്ന കഴിച്ച് നടക്കുന്ന ജനം, സത്യം പറഞ്ഞാൽ ഇവര് ചിറ്റുള്ളി നല്ലതാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ദൈവം ഉദ്ദേശിച്ചത് ഈ മന്ന കൊടുത്ത് നടത്താനായിട്ടല്ല. ദൈവത്തിന്റെ ഉദ്ദേശം ഇവർ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെന്നിട്ട് കർത്താവിന്റെ യഥാർത്ഥ ഫ്രീഡത്തിലേക്ക് ഇവർ വരണമെന്നുള്ളതാണ്. ഇവരതിന് വരാതെ മരുഭൂമിയിൽ കിടന്ന് കറങ്ങുന്ന വ്യക്തികൾ പറയാണ്, ഈ മന്നയേക്കാൾ നല്ലത് പഴയ ലൈഫാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് പറയാണ്, നിങ്ങളുടെ മകന്റെ അടുത്ത് നിങ്ങളുടെ മക്കൾ ചോദിക്കും, എന്താണ് ഈ സെലിബ്രേഷന്റെ കാര്യം എന്താണ്? അപ്പാൻ ചോദിക്കുമ്പോൾ പറയണം, ദൈവം ബലമുള്ള കൈകൊണ്ട് എന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഈ മരുഭൂമി കിടന്ന് കറങ്ങുന്നവന്റെ അടുത്ത് ഇവര് അഥവാ ഒരു ഉത്സവം ആചരിക്കുകയാണെങ്കിൽ അവന്റെ അപ്പൻ ചോദിക്കുകയാണ്, അവന്റെ മകൻ ചോദിക്കുകയാണ്, എന്താ ഈ ചെയ്യുന്നതിന്റെ കാര്യം? ഞാൻ ഒപ്പം പറയാണ്, മിസ്രൈമിൽ നിന്ന് ബലമുള്ള കൈകൊണ്ട് ദൈവം ഞങ്ങളെ വിടുവിച്ചു. നേരെ അപ്പൻ ചോദിക്കുകയാണ്, എന്തോ ഈ മിസ്രൈം? മകൻ ചോദിക്കണം, എന്താ ഈ മിസ്രൈം എന്ന് പറയുന്നത്? ഇവനറിഞ്ഞിട്ടില്ല, ഇവൻ അവിടെ പിന്നാണല്ലോ ജനിച്ചത്. ഇവര് മിസ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? മിസ്രൈമിൽ എന്തോ വരുന്നത്? നേരെ മിസ്രൈമിൽ പറയാണ്, മിസ്രൈമിൽ ഞങ്ങൾക്ക് ചുവന്നുള്ളി ഉണ്ടായിരുന്നു, ചുറ്റുള്ളി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴോ? ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് മന്ന, ലഞ്ചിന് മന്ന, ഡിന്നറിന് മന്ന, പൊരിഞ്ഞു നടക്കുന്ന അപ്പൻ, പൊരിഞ്ഞു നടക്കുന്ന അമ്മ. മക്കള് പറയും, പൊന്നപ്പാ അവിടുന്ന് പോരണ്ടേ, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കല്ലേ. ഞാൻ പറയുന്നത് ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിൽ ദൈവത്തിന്റെ അണ്ടറിലേക്ക് വരാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ അവർ പൊരിയും. അവരുടെ മക്കളും ബാക്കിയുള്ളവരും ആ പൊരിച്ചില് കാണുകയും ചെയ്യും. കാണുന്ന വ്യക്തിയോട് പറയും, സഹോദരൻ അവിടെ നിന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് പറയും. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർക്ക് അറിയത്തില്ല എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാനായിട്ടാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല രക്ഷിക്കപ്പെട്ടത്. സ്വർഗത്തിൽ പോകുന്നത് അതിന്റെ ഒരു എൻഡിൽ നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ അണ്ടറിൽ അതിനു വേണ്ടിയിട്ട് ഉത്സവം ആചരിക്കാനായിട്ട്. ഉത്സവം ആചരിക്കുക പുളിപ്പില്ലായ്മ കൊണ്ടേ ഉത്സവം ആചരിക്കാൻ കഴിയുള്ളൂ. പിശാചിന്റെ അണ്ടറിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ട് നിന്നെ ഇപ്പോഴും പിശാചിന്റെ യോക്കിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇവിടെ പറയാണ്, നിങ്ങൾ ആ സ്ഥലത്ത് ചെന്നിട്ട് ആഭിമുമാസം അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ പറയും, ദൈവം എന്നെ വിടുവിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, യു ആർ എൻജോയിങ് ദ ക്രിസ്ത്യൻ ലൈഫ്. ഞാൻ പറയട്ടെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷൻ എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്നത്. മൂന്നിടത്ത് പുതിയ നിയമത്തിൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ദൈവമക്കൾക്ക് കൊടുക്കുന്ന റിപ്പീറ്റഡ് വാണിംഗ് എന്താണെന്നറിയോ? 3 പഴയ നിയമത്തിൽ നേരിട്ടുള്ള വാക്യം, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് നിങ്ങൾ മറക്കരുത്. എബ്രായ ലേഖനം, കൊരിന്ത്യ ലേഖനം, യൂദായുടെ ലേഖനം. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു. 3 പറയാണ്, വാണിംഗ് ആയിട്ട് പറയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. ഇതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നിരിക്കും. നമ്മൾക്ക് ബുദ്ധി ഉപദേശനായിട്ട് എഴുതിയിരിക്കുന്നു. ബുദ്ധി ഉപദേശനായിട്ട് എഴുതുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പിശാചിന്റെ അണ്ടറിൽ നിന്ന് പുറത്തു വരാനും കഴിയും, ദൈവത്തിന്റെ കംപ്ലീറ്റ് അണ്ടറിലേക്ക് വരാതിരിക്കാനും കഴിയും. യു വിൽ ബി ഡംപ്ഡ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ കടന്ന് കറങ്ങി നിങ്ങളുടെ ജീവിതം അവസാനിക്കപ്പെടാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊരിന്ത്യ ലേഖനത്തിലേക്ക് മടങ്ങുക. അവിടെ പറയാണ്, പുളിപ്പില്ലാത്ത ഉത്സവം ആചരിക്കേണ്ടതെന്ന് പറഞ്ഞിടത്ത് ആ വാക്യം ഒന്ന് വായിക്കും. 1 കൊരിന്ത്യർ നമ്മൾ നേരത്തെ വായിച്ച വാക്യം, 1 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 6-7 വാക്യങ്ങൾ.
ഇവിടെ പറയാണ്, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിട്ട് നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളക. പാപത്തിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ജീവിക്കും. ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൺട്രോളിൽ ജീവിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത വ്യക്തികൾ ദയവായി മിസ്രയീം വിട്ട് പോരണ്ട. ഇത് നിങ്ങളുടെ ആരും പറയത്തില്ല. ഞാൻ ഇവിടുത്തെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കറക്കി എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ടുള്ള സുവിശേഷം അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, ഞങ്ങളും അല്ലത് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സുവിശേഷം വളരെ ക്ലിയർ ആണ്. അവിടെ പറയാണ്, യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. പിശാചിന്റെ അണ്ടറിൽ നിന്ന് വേറൊരു അടിമത്തത്തിൽ നിന്ന്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. നിങ്ങൾ യു നീഡ് ടു ചൂസ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള കാര്യം എന്നുള്ളത്. നിങ്ങൾ പിശാചിന്റെ അണ്ടറിൽ നിന്ന്, പാപത്തിന്റെ അണ്ടറിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിച്ചിട്ട് പുത്രൻ പറയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മാത്രമേ ആ സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാത്തവർ പൊരിയത്തതേ ഉള്ളൂ. എന്താണ് ഞാൻ പറയട്ടെ ഈ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ പ്രശ്നം? ചില കാര്യങ്ങൾ എബ്രായ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇവിടെ പറയുകയാണ്, ക്രിസ്തീയ ജീവിതം എന്താണ്? ഇറ്റ് ഈസ് എ റേസ്. എങ്ങനെയാണ് ഓടേണ്ടത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട്. ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ അവരെ പുറകെ പറ്റാനായിട്ട് പാപങ്ങൾ വീണ്ടും ദൈവം പറയാണ്, സ്ഥിരതയോടെ മുമ്പോട്ട് ഓടുക. ഓടാനായിട്ട് പറയുന്നത് വേറെ 2 വാക്കുകളൂടെ ആയിരിക്കും. 1 കൊരിന്ത്യർ 6:18. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. 1 കൊരിന്ത്യർ 6:18. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാവം വായിച്ചു അതന്നെ ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും. അതിന്റെ വാക്യം മനുഷ്യൻ അതല്ല, അതിന്റെ ആഴ്ച വാക്യം 18-ാമത്തെ വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്, ദുർനടപ്പ് വിട്ട് ഓടുവിൻ, ഫ്ലീ ഫ്രം ഇമ്മോറാലിറ്റി. എന്നിട്ട് പറയുന്നത്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം. എന്നാലും ദൈവം പറയാണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും യോക്കിന്റെ അണ്ടറിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഓടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ വന്ന വ്യക്തിയുടെ മുകളിലേക്ക് വീണ്ടും പിശാചിന്റെ യോക്ക് വരാനായിട്ടുള്ള സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. അതേ കാര്യമാണ് കൊരിന്ത്യർ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പുളിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ചില പാപങ്ങൾ നിങ്ങളെ വീണ്ടും യോക്കിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവം പറയാണ്, യു മസ്റ്റ് റൺ ഫ്രം ദാറ്റ്. 2 തിമോത്തിയോസ് 2:19-19 വാക്യങ്ങൾ. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമായിരിക്കുക. ബുദ്ധിയില്ലാത്ത അതിന്റെ 19 വാക്യങ്ങൾ വായിക്കാം. എങ്കിലും ദൈവത്തിന് സ്ഥിരമായ അടിസ്ഥാനം നിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന് മുദ്ര. അടുത്ത വാക്യം പറയാണ്, എന്നാൽ ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ യൂസ് ചെയ്യാനായിട്ട് പർപ്പസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതിന് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നേരം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളെ യൂസ് ചെയ്യണം, നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അടുത്ത വാക്യത്തിൽ പറയാണ്, ദൈവം ചിലയിടത്ത് ചില മാന്യകാര്യങ്ങൾക്കും ചിലത് ഹീനകാര്യങ്ങൾക്കും ഉപയോഗിക്കും. അടുത്ത വാക്യം പറയാണ്, അടുത്ത വാക്യം വായിച്ചു 21-ാമത്തെ വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെയും
ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യൗവന മോഹങ്ങളെ വിട്ടോടുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ യൂസ് ചെയ്യണം എങ്കിൽ ഒരു അശുദ്ധമായ പാത്രത്തിനെ ദൈവം യൂസ് ചെയ്യത്തില്ല. ദൈവം നിങ്ങളെ വിടുവിച്ചു എന്നുള്ളത് ശരിയാണ്. ദൈവം നിങ്ങളെ യോക്കിന്റെ അണ്ടറിൽ നിന്ന് വിടുവിച്ചു എന്നുള്ള. പക്ഷെ ഇവിടെ വായിച്ചിരിക്കുന്ന വാക്യം എന്താണെന്ന് അറിയാമോ? എങ്ങനെ വെടിപ്പാക്കുന്ന പറഞ്ഞിരിക്കുന്നത്? തന്നെത്താൻ വെടിപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ എന്ന രീതി രണ്ടാമത്തെ ഒരു പാട്ടുണ്ട്. ഒരു വ്യക്തി ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവീക നിയന്ത്രണത്തിന് കീഴിൽ വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് തന്നെത്താൻ ഏൽപ്പിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെ വിട്ടോടാത്തൊരുത്തനെ ദൈവം യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുകയേ വേണ്ട. അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവം പറയാണ് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ദൈവത്തിന് ഉപയോഗമുള്ള പാത്രമായി തീരും. ഞാൻ പറയട്ടെ, ദൈവത്തെ നിങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതല്ല ഫസ്റ്റ് കാര്യം. ഫസ്റ്റ് പാപത്തിന്റെ അണ്ടറിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. പാപത്തിന്റെ അണ്ടറിലുള്ള ഒരുത്തനെ ദൈവം ഉപയോഗിക്കത്തില്ല. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം എന്തിനാണ് എന്നെ വിളിച്ചതെന്നോ എന്താണ് ദൈവം എന്നെ കുറിച്ച് ഒരു പിടിയില്ല. അങ്ങനെ മനസ്സിലാക്കിയില്ല. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഖത്തറിൽ ഒരു കോൺഫറൻസിന്, സാക് ബ്രദറിന്റെ ഒരു കോൺഫറൻസിന് പോയപ്പോൾ അവിടെ അദ്ദേഹമായിട്ട് സംസാരിക്കായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ, പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ബ്രദർ, എനിക്ക് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉപയോഗിക്കുന്നുള്ളതെന്നോ ദൈവത്തിന്റെ കോളിംഗ് എന്താണെന്നുള്ളതോ എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി ബ്രദർ എന്ത് പറഞ്ഞു? അന്നേരം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, ദൈവം നിന്നെ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെപ്പറ്റി നീ വറി ചെയ്യുകയേ വേണ്ട. ദൈവത്തിന്റെ സമയത്ത് ദൈവം ഉപയോഗിച്ചോളൂ. നിന്നെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നീ ഇപ്പോൾ യഥാർത്ഥത്തിൽ തന്നെത്താൻ വെടിപ്പാക്കുക എന്നുള്ളതാണ്. അന്നേരം ദൈവം ഉപയോഗിക്കാനായിട്ട് നമ്മൾ കുറെ പടാപ്പാടൊന്നും പെടണ്ട. ദൈവത്തിന്റെ സമയത്ത് ഉപയോഗിച്ചോളൂ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളെ വിട്ടോടി തന്നെത്താൻ വെടിപ്പാക്കാനായിട്ടാണ്. തന്നെത്താൻ വെടിപ്പാക്കാത്തവൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തവനെ ദൈവം ഉപയോഗിക്കത്തില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞത്, അല്ലാത്ത വ്യക്തികൾ എവിടെ ആയിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കനാനിലും എത്തത്തില്ല, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അവർ മരുഭൂമിയിൽ മരിച്ചു വീണു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് ദൈവം പറയാണ്. ഞാൻ പറയുന്നത്, ഈ സാൽവേഷനെ പറ്റിയാണ് എബ്രായലേഖനം പറഞ്ഞിരിക്കുകയാണ്. ഇത്ര വലിയ സാൽവേഷൻ എബ്രായലേഖനം 2-ാമത്തെ അധ്യായം പറഞ്ഞാണ്, കേട്ടവർ സാക്ഷി നിന്നവർ നമുക്ക് ഉറപ്പിച്ചു തന്നുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഉദ്ദേശം, ഞാൻ വീണ്ടും പറയട്ടെ, സാൽവേഷൻ എന്നത് റിയലായിട്ടുള്ള ദൈവത്തിന്റെ അണ്ടറിലേക്ക് വരുന്ന കാര്യമാണ്. ദൈവത്തിന്റെ അണ്ടറിലേക്ക് റിയലായിട്ട് വരും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും, നിങ്ങൾ എവിടെ വീട് വെക്കണമെന്നുള്ളതോ, വീട് വാങ്ങിക്കണമെന്നുള്ളതോ, എന്ത് സ്ഥലം വാങ്ങിക്കണമെന്നുള്ളതോ, എന്ത് ചെയ്യണമെന്നുള്ളതോ, എല്ലാത്തിന്റെ മുകളിൽ ദൈവത്തോട് ചോദിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിസിഷന്റെയും മുകളിൽ, ഞാൻ പറഞ്ഞത് എല്ലാ ഡിസിഷന്റെയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് കേട്ടത്, പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ദൈവഹിതം ചെയ്യാൻ മാത്രമാണ് എന്ന് അറിഞ്ഞ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതം മരുഭൂമിയിലെ കറക്കമായി തീരും. They will never experience the Christian freedom. ഞാൻ പറയട്ടെ, അങ്ങനെ ആയിത്തീരായിട്ട് ദൈവം നിങ്ങളെ ദൈവത്തെ കൊണ്ട് ആശീർവാദം പറയിക്കാനായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിനും വിളിക്കരുത്. ആശീർവാദമായിട്ട് മനുഷ്യരെ വിളിച്ചാൽ നിങ്ങൾ ഒരു ആശീർവാദം പറഞ്ഞില്ല. നിങ്ങളുടെ ഡിസിഷന്റെ മുകളിൽ അതിന്റെ തീരുമാനം എടുക്കുന്ന ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. വായിച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. ഇവിടെ പറയാണ്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പക്ഷെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിട്ടും നിങ്ങൾ അടിമ വീടായിട്ടുള്ള മിസ്രൈമിലുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരുഭൂമിയിൽ മരിച്ചു. ഒരു വാര്യം കൂടി ഞാൻ വായിക്കട്ടെ. ഞാൻ അപ്പോസ്തല പ്രവൃത്തി ഇതിന്റെ റിയൽ റീസൺ അപ്പോസ്തലനായിട്ടുള്ള സ്തേഫാനോസ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ മരുഭൂമിയിൽ വീട് പോയെന്നുള്ള. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം, അതിന്റെ 38-39 വാക്യങ്ങൾ. എന്താണ് ഇവരുടെ പ്രശ്നം? ഇവർ മിസ്രൈമിൽ നിന്ന്
ശരീരം കൊണ്ട് പുറപ്പെട്ടു പോകുന്നു. ഇവരുടെ ഹൃദയം എവിടോട്ടാ തിരിഞ്ഞിരുന്നേ? ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ബോഡി ഇങ്ങ് പോന്നു, ഹൃദയം പുറകോട്ട്. ഇവർക്ക് റിമെമ്പർ ചെയ്യണമെന്ന് പറഞ്ഞത് അവർ വിട്ടിട്ട് അവർ റിമെമ്പർ ചെയ്ത് പഴയതാണ്. എന്താണ് അവർ കീഴ്പ്പെടുവാൻ മനസ്സില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിശാചിന്റെ അണ്ടറിൽ നിന്ന് പുറത്തു പോന്നു. ദൈവത്തിന്, ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന മോശയ്ക്ക്, ദൈവത്തിന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള മോശയ്ക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ഇവർ പഴയലേക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു ഒരു ഡൊമീനിയന്റെ അണ്ടറിൽ നിന്ന് വേറൊരു ഡൊമീനിയന്റെ അണ്ടറിലേക്ക് കീഴ്പ്പെടാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ അടുത്ത താഴേക്ക് വരുമ്പോൾ പറയാണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 44ാമത്തെ വാക്യം, അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. അവരും പ്രാർത്ഥിച്ചു, അവരും പാട്ടുപാടി, അവരും ഹല്ലേലൂയ പറഞ്ഞു, അവരും സ്തോത്രം പറഞ്ഞു. പക്ഷെ അത് യഹോവയെന്ന് തന്നെ വിളിച്ചിട്ടാണ് അവരത് ചെയ്തത്. അത് കാളക്കുട്ടിയായിരുന്നേ ഉള്ളൂ. കാരണം എന്താണ്? ഇവർക്ക് ദൈവത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ഇവർ പാടുന്ന പാട്ടും പ്രാർത്ഥനയും എല്ലാം കാളക്കുട്ടിയാ സ്വീകരിച്ചു. എന്നിട്ട് അപ്പോൾ പറയാണ്, അടുത്ത വാക്കിലും പറയാണ്, ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈനികരെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഞാൻ പറഞ്ഞത് ഇതൊരു ഡിസാസ്റ്റർ സ്റ്റോറിയാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിങ്ങളെ വിടുവിച്ചു എന്നുള്ളത്. നിങ്ങൾ കനാനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് തന്നെത്താൻ വെടിപ്പാക്കി കർത്താവിന് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ്. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ചെയ്യേണ്ടത് തന്നെത്താൻ വെടിപ്പാക്കി ദൈവത്തിന് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി ദൈവം ചെയ്തു. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ യൂസ് ചെയ്യുകയുമില്ല. ബൈബിൾ പറയുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.